കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഇത്ര നേരം കേൾക്കണ്ടോ ഇതെന്താണ് സുഹാന മാത്രമുള്ളല്ലാന്നല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇപ്പോൾ വിചാരിച്ചു ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം നീ വന്ന ശേഷം നിന്നെ കൊണ്ട് ക്യാമറ ചെയ്യിക്കാന്ന് വിചാരിച്ച്. എന്താ വെച്ചാൽ ഇന്നത്തെ ക്യാമറയിലൊക്കെ രസമുണ്ട്. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സുനു ആണ് കേട്ടോ ഗൈസ്. സുനു സൈകം നോക്കിയ വെയിലത്തായിരുന്നു തോന്നുന്നത്, മൊത്തത്തിൽ കരിവാളിച്ചിരിപ്പുണ്ട്. അപ്പോൾ സുഹാന ബഷീറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. തികച്ചും 2 ഭാര്യമാരുള്ള നമ്മുടെ ബഷി നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയായ മഷൂറ ബഷീറും തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഇവരുടെ മുഖം ഒരു ഫെയിമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവരുടെ മക്കൾക്കും യൂട്യൂബ് ചാനലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവിധ ദൈനംദിന പരിപാടികളും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അവർ പൊതുജനങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാരും ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമുള്ള ആൾക്കാർ തന്നെയാണ് അവർ. പക്ഷേ ഇപ്പോൾ സുഹാന ബഷീറിൻ്റെ ജീവിതത്തിൽ ചില മോശപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ചാനൽ വരെ അത് കോട്ട് ചെയ്ത് ഇന്ന് വാർത്ത നൽകുകയുണ്ടായി. മനോരമ ന്യൂസ് വരെ അത് വാർത്തയാക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്താണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. വളരെ സങ്കടത്തോടു കൂടി ഒരു ലൈവിൽ ഒരു ബ്ലോഗ് ചെയ്യുകയാണ് നമ്മുടെ സുഹാന. ആ സുഹാനയുടെ ബ്ലോഗിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളതാണ്. വലിയ ഒരു സർപ്രൈസ് എന്ന നിലക്ക് അവർ പറയുന്ന ഒരു വീഡിയോയിൽ അവരുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ സങ്കടവും കണ്ടാൽ അവർ ഒരുപാട് ടെൻഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന് മുന്നേയുള്ള അവരുടെ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയാൽ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ ഉടലെടുത്തു. സുഹാന വെറും വേലക്കാരത്തിയായി വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സുഹാന ബഷീർ എന്താണ് ആ പ്രശ്നത്തിന് ആധാരമായ വീഡിയോയിൽ പറയുന്നത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചെടിക്ക് ഒഴിച്ച് ആ ചെറിയ പർഗോളയിലുണ്ടായിരുന്ന അവിടെയും വെള്ളം ഒഴിച്ച് അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ അത് ഇങ്ങനെ ഇരിക്കണത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ, എനിക്ക് എനർജി ഇല്ല. ഇപ്പം കുറച്ച് എനർജിയൊക്കെ എടുത്തിട്ട് വേണം പതിയെ കാർഡിയോ ഒക്കെ തുടങ്ങി കുറച്ച് വർക്കൗട്ട്സൊക്കെ ചെയ്യാൻ. ഇൻഷാല്ലാ അത്ര ശക്തി ആവട്ടെ പെട്ടെന്ന്. ഹെൽത്തി സ്റ്റൈലിൽ നിന്ന് ഹെൽത്തിലോട്ട് തന്നെ വന്നാൽ പഴയതുപോലെ. പക്ഷെ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഇത്ര നേരം കേൾക്കണ്ടോ ഇതെന്താണ് സുഹാന മാത്രമുള്ളല്ലാന്നല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ്. എല്ലാം പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന്, എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ മഷു ഇട്ട പേരിൽ ഓൺലൈൻ സ്റ്റോറ് വരികയാണ്. രാവിലെ എത്തി, സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. എബ്രു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ വലുതായതിന് ശേഷം കുറച്ച് അറിവ് വന്നതിന് ശേഷം പോണതാണ് പുറത്തോട്ട്. കുഴപ്പമൊന്നുമില്ല. അവൻ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഫ്ലൈറ്റിൽ എല്ലാവരുടെ മേത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു, ഫ്രണ്ടിലൊക്കെ കയറുന്നുണ്ടായിരുന്നു, ചാടിക്കളിക്കൽ അങ്ങനെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. തന്നെ ഇപ്പോൾ കുറച്ച് വലുതായതിൻ്റെ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല, എന്നാലും അവന് കുഴപ്പമില്ലാതെ ഇപ്പം വീഡിയോ കോൾ ഞാൻ രാവിലെ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ അതിൽ കൂടുന്ന് ഒരു ചോക്ലേറ്റിൻ്റെ എന്നോട് പറയണായിരുന്നു യമ്മി ഞാൻ പപ്പനി യമ്മി. അങ്ങനെ ഞാനൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുഹാനയുടെ മുഖത്തോ അവരുടെ ആ എക്സ്പ്രഷനിലോ ഒരു സർപ്രൈസും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 2 ഭാര്യമാരുണ്ടെങ്കിലും 2 ആളെയും ഒരുപോലെ കൊണ്ടുപോകുന്നതിൽ ബഷീർ ഒരു പരിധിവരെ വിജയിച്ച ഒരാളാണ് എന്നുള്ളതാണ്. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം. കാരണം ഒരു ഫാമിലിയെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ 2 ഫാമിലിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന അദ്ദേഹത്തെ നമ്മൾ നമിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഊഹിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ എല്ലാം തന്നെ ഇതിന് മുന്നേ ഉള്ള ജീവിതത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും
മഷൂറയായാലും അതുപോലെ തന്നെ സുഹാനയായാലും ഒന്നിലെ ഒരു പടി മുന്നിൽ സുഹാനയായിരുന്നു എന്നുള്ളതാണ്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുറച്ചുകൂടി ഗ്ലാമറും കുറച്ചുകൂടി പൈസയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ മഷൂറയുടെ വരവ്. അതുകൊണ്ട് തന്നെ സുഹാനയ്ക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും അല്ലെങ്കിൽ കിട്ടുന്ന ഒരു നിലവാരവും എല്ലാം കുറച്ച് കുറഞ്ഞു പോയോ എന്ന് അവരുടെ ചെറിയ വീഡിയോകളെല്ലാം കാണുന്ന രീതിക്ക് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ സുഹാന പുറത്തുവിട്ട ഈ ബ്ലോഗിൽ വളരെ സങ്കടത്തോടു കൂടി വളരെ ആത്മാർത്ഥതയായിട്ട് ഒരു കാര്യം പറയുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ പോവുകയാണ്, നിങ്ങളത് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ബേബി എന്ന് പറഞ്ഞാൽ ബഷീറും അതുപോലെ തന്നെ മഷൂറയും ടൂർ പോയിരിക്കുകയാണ് ഹോങ്കോങ്ങിലേക്ക്. ഈ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ എന്ന് വളരെ സങ്കടത്തോടു കൂടി ആ ബ്ലോഗിൽ കാണപ്പെടുകയാണ്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതെടുത്ത് റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനും എല്ലാമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഏതാനും പ്രധാനപ്പെട്ട ചില സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ടാഗ് ലൈനുകളും അതുപോലെ തന്നെ തമ്പനയിലും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ആൾക്കാർ ചോദിക്കുകയാണ്, ബഷീർ ബഷി സുഹാനയെ ചതിച്ചോ, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണങ്ങൾ എന്നിവിടെ ഒരുപാട് തംബ്ലൈനുകൾ നിങ്ങൾ കണ്ടു കാണും. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്ത വീഡിയോസാണ്. പക്ഷേ ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ വേണ്ടി പറ്റുകയില്ല. കാരണം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ചോദിച്ചിട്ടൊന്നുമല്ല അവർ ചെയ്യേണ്ടത്. കാരണം അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. സുഹാനയെ കൂട്ടണോ സുഹാനയെ കൂട്ടണ്ട എന്നൊക്കെ ഉള്ളത് ബഷീറിൻ്റെ തീരുമാനമായിരിക്കും. അതിലേക്കൊക്കെ കടന്നു ചെന്നിട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു കനൽ വാരിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ലേഡിയുടെ മുഖത്തുണ്ടായ ഒരു വിഷമവും അതുപോലെ തന്നെ ഈ ബ്ലോഗിലുണ്ടായ വിഷമവും കണ്ടാൽ തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് പ്രതികരിച്ചു പോകും. അത് സ്വാഭാവികമാണ്. ഇനി സുഹാന ബഷീർ തീർച്ചയായിട്ടും കുട്ടികൾ സ്കൂൾ വിട്ടു വന്നപ്പോൾ ആ മക്കളെ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ മക്കളോട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ഈ ബഷീറിൻ്റെ വീഡിയോ എല്ലാം കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും എത്ര ഹാപ്പി ആയിട്ടാണ് ആ കുട്ടികൾ അവിടെ ജീവിക്കുന്നത്, എത്ര ഹാപ്പി ആയിട്ടാണ് അവർ അതിൽ പെരുമാറുന്നത്. ഒരുപാട് വളരെ സന്തോഷത്തോടു കൂടി ആ മക്കൾ ഈ കാര്യം പറയുന്ന സമയത്ത് ഒരു മിണ്ടാട്ടം പോലും ഇല്ലാതെ വളരെ സങ്കടത്തോടു കൂടി ആ വീഡിയോയിലേക്ക് ഒരു കണ്ണും നോക്കി നിൽക്കുന്ന ആ കുട്ടികളെ നമുക്ക് കാണാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വന്നല്ലോ കുട്ടികൾ. ഇത് വീഡിയോ എടുക്കുന്നോണ്ട് സുനു ഫുൾ ആഗായിരുന്നു എൻ്റെ പണികളൊക്കെ. അറിഞ്ഞ ഞാൻ അനങ്ങി 2 മണിയായി. എല്ലാം 2-2:30 മണി കഴിഞ്ഞിട്ട് ചിക്കനെ വെള്ളത്തിലിട്ട് ഞാൻ ഉച്ചക്ക ഇട്ടത്, അതുകൊണ്ട് മാറിയില്ല. ഇപ്പം ഉണ്ടാക്കണം കറി. പിന്നെ ഞാൻ ഇപ്പോൾ വിചാരിച്ചു ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം നീ വന്ന ശേഷം നിന്നെ കൊണ്ട് ക്യാമറ ചെയ്യിക്കാന്ന് വിചാരിച്ച്. എന്താ വെച്ചാൽ ഇന്നത്തെ ക്യാമറയിലൊക്കെ രസമാണ്. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സുനു ആണ് കേട്ടോ ഗൈസ്. സുനു സൈകം നോക്കിയ വെയിലത്തായിരുന്നു തോന്നുന്നത്. മൊത്തത്തിൽ കരിവാളിച്ചിരിപ്പുണ്ട് രണ്ടുപേരും. ഐസ് വിട്ടില്ല ചിക്കൻ്റെ. അപ്പോൾ ബ്രൊക്കോളി കടല ചപ്പാത്തി അല്ലേ. ബ്രൊക്കോളി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം ഒരാൾക്ക്. കുഴപ്പമില്ല ബാസുനു കമോ. കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആവണം എന്ന് വിചാരിക്കുന്നു അവർ പുറത്തേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് പെട്ടെന്ന് വന്നത്. പക്ഷേ സുഹാന ബഷീർ പറയുന്നുണ്ട് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അങ്ങ് പോയതാണ് എന്നാണ് പറയുന്നത്. തലേന്ന് രാത്രി എടുത്ത ഒരു തീരുമാനം, പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുന്നു, പെട്ടെന്ന് ഹോങ്കോങ്ങിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് സുഹാന നമ്മളോട് പറയുന്നത്. പക്ഷേ അത് കള്ളത്തരമാണ്. അത് 100% തെറ്റായ ഒരു വാക്യമാണ്. അത് ആ മക്കളുടെ മുഖത്തു നിന്നും അതുപോലെ തന്നെ സുഹാനയുടെ മുഖത്തു നിന്നും 100% നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇത് ഹോങ്കോങ്ങിൽ എത്തിയതിന് ശേഷം മഷൂറ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ ഈ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. 2 വീഡിയോസിൽ ഞാൻ എല്ലാവർക്കും പറയണ്ടായിരുന്നു പ്ലാനിങ് സംതിങ് ബിഗ്. അപ്പോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോണത്. സോ അതെന്താന്ന് നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അറിയിക്കാൻ പറ്റിയ ഒരു ഡേ ആണ് ഗൈസ്. ഐ എം ഗോണ സ്റ്റാർട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പോണാണ്. വീട്ടിലെല്ലാവരുടെ പുറത്തൊക്കെ മേടിച്ചിട്ട് പപ്പ മാമനൊക്കെ വിളിച്ചിട്ട് സോണിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. എനിക്കൊരു നല്ലൊരു സ്റ്റാർട്ട് ആവണം. അപ്പൊ നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ബിക്കോസ് ത്രൂ ഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്ന് എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഉണ്ട് ഫുള്ള് വൈബിലാണ്. അപ്പോ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങാൻ പോണാണ്. ഓൺലൈനിൽ മാത്രം ഒതുക്കാൻ പ്ലാൻ ഇല്ല, അത് സ്റ്റോറായിട്ട് തന്നെ ചെയ്യാൻ ഇൻഷാല്ലാ. സ്റ്റാർട്ടിങ് ഓൺലൈനിലാണ് ചെയ്യാൻ പോണത് ഇൻഷാല്ലാ. അപ്പൊ എന്റെ ബ്രാൻഡ് നെയിം വന്നിട്ട് ഫിറ്റ് ചെക്ക്.
ആദ്യമായിട്ട് ബ്രാൻഡ് നെയിം റിവീൽ ചെയ്തു. മഷൂറ പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും ബാപ്പയോടും എല്ലാം അനുമതി വാങ്ങിയ ശേഷം ചർച്ച ചെയ്തതിന് ശേഷം 2-3 ദിവസമായതിന് ഇത് ആലോചിച്ച് നിൽക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സുഹാനയോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എല്ലാ സങ്കടങ്ങളും അതുപോലെ തന്നെ സ്നേഹവും എല്ലാം ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് റിവീൽ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷമാണ് ഞാനിനി പറയാൻ പോകുന്നത് എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ബാക്കിയൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം റിവീൽ ചെയ്യുന്ന സമയത്ത് സുഹാന എന്ന് പറയുന്ന ബഷീറിൻ്റെ ആദ്യ ഭാര്യ അവരുടെ സമ്മതമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രണ്ടാമത്തെ മഷൂറ എന്ന് പറയുന്ന കുട്ടി ബഷീറിൻ്റെ ഭാര്യ ആയത് എന്ന് പല ഇൻ്റർവ്യൂകളിലും ബഷീർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ തടയുകയാണെങ്കിൽ ചിലപ്പോൾ ആകുമായിരുന്നില്ല. പക്ഷേ അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് ഈ കുട്ടി ഇപ്പോൾ ബഷീറിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടിരിക്കുന്നത്. എന്നിട്ട് ആ സുഹാന എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ കൂടി നിന്നായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങളത് റിവീൽ ചെയ്യേണ്ടിയിരുന്നത്. ഇനി അവരെ നിങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നെയോ അവരുടെ ഒരു സാമീപ്യവും ആ മക്കളുടെ സാമീപ്യവും ആ വീഡിയോയിൽ അനിവാര്യമായിരുന്നു. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ഒരു തെറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെടുകാര്യസ്ഥത എന്തോന്നറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കിയതാണെങ്കിലും അറിയാതെ ഒഴിവായി പോയതാണെങ്കിലും അത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. നിങ്ങൾ ഇത്തരം വലിയ സന്തോഷങ്ങൾ റിവീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം 100% നിങ്ങൾ അർഹിക്കുന്നു. ഞങ്ങൾ അത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനി ഇതിനെ പറ്റിയിട്ടെല്ലാം ബഷീർ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഫസ്റ്റിന് ഇതെല്ലാം അറിയണം. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ 3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. സുഹാനും പിള്ളേരൊന്നുമില്ല. കാരണം പിള്ളേർക്ക് ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്, അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, ബിസിനസ് പർച്ചേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ മുതലാവൂല. അപ്പൊ അതുകൊണ്ട് ആയിട്ടില്ല, ഇതിന് ഞങ്ങൾക്ക് മുതലായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നല്ലൊരു സ്റ്റാർട്ടപ്പിന് കുറച്ച് ഡിഫറെന്റ് ഐറ്റംസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യണം. ഇനിയുള്ള പർച്ചേസ് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വന്ന് പർച്ചേസ് ചെയ്യണം. ബഷീർ പറയുകയാണ്, ഞാൻ കുട്ടികളെയും ഭാര്യയെയും സുഹാനയെയും ഒന്നും കൊണ്ടുവരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് പരീക്ഷയാണ് എന്ന് പറയുന്നു. പക്ഷേ കുട്ടികൾ പരീക്ഷയില്ല. സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾ ആദ്യമായി കണ്ടു കാണും. ഒന്നാമത്തെ കള്ളത്തരം അതാണ്. രണ്ടാമത്തത് പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഫാമിലിയെ കൊണ്ടുവന്നാൽ വലിയ പ്രശ്നമാണ്. സാധനങ്ങൾ പെട്ടെന്ന് സെലക്ട് ചെയ്ത് പോകാൻ വേണ്ടിയൊന്നും സാധിക്കില്ല. പിന്നെ ആവാര ചിലവാണ്, കാര്യങ്ങളെല്ലാമാണ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ സത്യമാണ്. ഒരു ബിസിനസ് ടൂർ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളൊരു ഭാര്യയെ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അവരുടെ സ്വന്തം ഒരു ഐഡിയ ആണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അവരെ മാത്രം കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങളെ ഫാമിലിയിൽ ചർച്ച ചെയ്ത് നിങ്ങൾ 3 ആളും എടുത്ത ഒരു തീരുമാനമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരിടം തീർച്ചയായിട്ടും നിങ്ങൾ സുഹാനക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ നിങ്ങളുടെ പ്രൊമോഷൻ പരിപാടികളും അതുപോലെ തന്നെ നിങ്ങളുടെ വിൽപ്പന പരിപാടികളും എല്ലാം നിങ്ങൾക്കറിയാം. മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉള്ളത് ഈ മഷൂറ എന്ന് പറയുന്ന കുട്ടിക്കല്ല, സുഹാന എന്ന് പറയുന്ന ആൾക്കാർക്കാണ് എന്ന് 100% മൈൻഡുള്ള ആൾ തന്നെയാണ് ഈ ബഷീർ. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ സാധനങ്ങൾ വിൽക്കാനും എല്ലാം തന്നെ ഈ സുഹാനയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആ ഒരു സമയത്ത് മാത്രം മഷൂറ ക്യാമറയ്ക്ക് പുറകിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ മഷൂറയെ മുന്നിൽ വെക്കുന്നത് തീർച്ചയായിട്ടും അത്തരം അവരെ സ്നേഹിക്കുന്ന ഫാൻസിന് മനോവിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ബഷീറിനോട് ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് റിവീൽ ചെയ്യുന്ന സമയത്തെങ്കിലും ഒരു പടി മുന്നിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സുഹാനെയെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം സുഹാന നിനക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും നീ ആ മക്കളെ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണം എന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ടാഗ് ലൈനുകളായിട്ടും മെസ്സേജുകളായിട്ടും കമൻറ്റുകളായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹായുടെ ആ വീഡിയോയുടെ താഴെ പോയി നോക്കിയാൽ മാത്രം മതി. അവരുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കൊന്നും കടന്നു ചെല്ലാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സ്വകാര്യ ജീവിതം വളരെ സന്തോഷകരമായിട്ട് പഴയതിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പഠിച്ച തമ്പുരാൻ ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവണം നമ്മളും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധകൾ അവർ കേന്ദ്രീകരിക്കണം. കാരണം അവർ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന 3 ആൾക്കാരും യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ എല്ലാം
സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫെമിലിയറായ മുഖമാണ് എല്ലാവരുടെയും. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ